പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പീഡന പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്ന പരാതിയിൽ നടപടി. കൂടുതൽ SI ജയമോനെ സ്ഥലം മാറ്റി പത്തനംതിട്ട DSUയിലേക്കാണ് സ്ഥലം മാറ്റിയത്. CIക്കെതിരായ നടപടി DIG ഉടൻ തീരുമാനിക്കും. പ്രസാദ് MJ ചേരുന്ന വിവരങ്ങളുമായി. പ്രസാദ്, നമുക്കറിയാം ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും മർദ്ദനമുണ്ടായി എന്ന ഒരു ആരോപണം പരാതി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. SIയെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രണ്ടാഴ്ചക്ക് മുമ്പാണ് ഈ വ്യാജ പരാതിയുടെ സംഭവം ഉണ്ടാകുന്നത്. 13-കാരിയാണ് ഈ വ്യാജ പരാതിയുമായി രംഗത്ത് വരുന്നത്. തുടർന്ന് കൂടൽ പോലീസ് സ്റ്റേഷൻ 2 കേസ് FIR ഇട്ട് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് സഹപാഠികളായിട്ടുള്ള 4 പേരെയും മുതിർന്നവരായിട്ടുള്ള 2 പേരെയും ആണ് ആദ്യം കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കൂടൽ പോലീസ് സ്റ്റേഷൻ അന്ന് അന്വേഷണ സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന പോലീസുകാരും SI ഒക്കെ ഈ മുതിർന്നവരായിട്ടുള്ള 2 പേരിൽ ഒരാൾ ഒരു ഹൃദ്രോഗിയായിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ നിന്നും അകാരണമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയാണ്. ഈ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും താൻ ഹൃദ്രോഗിയാണെന്ന് പറഞ്ഞിട്ട് പോലും അത് വകവയ്ക്കാതെയാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാക്കിയത്. അവർ ആദ്യമായി തന്നെ പരാതിയുമായി രംഗത്ത് വരികയും ഇതിനോടൊപ്പം തന്നെയാണ് ഈ സഹപാഠികളായിട്ടുള്ള 4 ആൺകുട്ടികളെ മണിക്കൂറോളം പോലീസ് മാനസികമായി പീഡിപ്പിക്കുകയും അവർക്കും മർദ്ദനമേൽക്കി ഉണ്ടായ സാഹചര്യമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവർ കസ്റ്റഡിയിലെടുത്ത 6 പേരിൽ 4 പേര് ആൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത ഈ 4 ആൺകുട്ടികൾ അന്വേഷണ സംഘത്തിന് പരാതി പറയുകയും തുടർന്ന് ഈ ഹൃദ്രോഗിയായിട്ടുള്ള ഈ മുതിർന്ന 2 യുവാക്കൾ, ഒരാളെ ഹൃദ്രോഗിയായിട്ടുള്ള അദ്ദേഹം ആ യുവാവാണ് ഏറ്റവും കൂടുതൽ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ സംഭവം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയതിന്റെ ഈ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ 6 പേർക്കുണ്ടായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ട സാഹചര്യവും തുടർന്ന് മാനസികമായിട്ടുള്ള പീഡനം ഏൽക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. തിടുക്കത്തിൽ എന്തുകൊണ്ടാണ് കൂടൽ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ഒരു മർദ്ദനം സ്റ്റേഷന്റെ അകത്ത് വെച്ച് ഉണ്ടായതുള്ളത് സ്പെഷ്യൽ ബ്രാഞ്ച് അടിയന്തരമായി തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന് റിപ്പോർട്ട് കൈമാറുന്നു. R ആനന്ദ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ള ഉന്നത പോലീസ് മേധാവി DGPക്ക് ഈ റിപ്പോർട്ട് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പും ഇതിനകത്ത് ഇടപെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഉത്തരവ് ഉണ്ടാകുന്നത്. ഇത് കൂടൽ പോലീസ് സ്റ്റേഷന്റെ അന്വേഷണം അന്ന് SI ആയിരുന്നിട്ടുള്ള ജയമോഹനെ ഇപ്പോൾ ഈ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് DSHOയിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. തുടർന്ന് ഇപ്പോൾ കോന്നി CIക്കാണ് കൂടൽ പോലീസ് സ്റ്റേഷന്റെ ചുമതല. DGPയുടെ അടുത്ത നടപടി വരുമ്പോഴത്തേക്കിന് ഈ ജയമോഹനെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെങ്കിൽ ഇത് സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോളുകൾക്കും സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഈ 13-കാരിയുടെ വ്യാജ പരാതി. ഈ വ്യാജ പരാതിയുടെ അന്വേഷണം ഈ പോലീസ് തിടുക്കത്തിൽ എടുക്കുകയും ഇത് പോലീസിന്റെ കയ്യിൽ നിന്ന് പാളിച്ചുണ്ടാകുകയും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഈ റിപ്പോർട്ട് നൽകി ഇപ്പോൾ പോലീസിന്റെ മുഖം രക്ഷിക്കാനുള്ള നടപടി എന്നുമായിട്ടുള്ളതാണ് ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ദീപ്തി, ശരി. നേരം പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പീഡന പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചെന്ന പരാതിയിൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കൂടുതൽ SI ജയമോനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട DSUയിലേക്കാണ് സ്ഥലം മാറ്റിയത്. CIക്കെതിരായ നടപടി DIG ഉടൻ തന്നെ തീരുമാനിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രസാദ് MJ വിവരങ്ങൾ നൽകിയത്.